സിപിഐയുടെ ജനയുഗം ഓണപ്പതിപ്പിൽ ബിനോയ് വിശ്വത്തെ തിരുത്തിക്കൊണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം. സിപിഐക്ക് പുറത്തുനിന്നും ബിജെപി പ്രസിഡന്റിന്റെ ലേഖനം മാത്രമാണ് ഉള്ളത്. കോൺഗ്രസ് സിപിഎം നേതാക്കളോട് ലേഖനം ചോദിച്ചെങ്കിലും ലഭിച്ചിട്ടില്ല എന്നാണ് ജനയുഗം എഡിറ്റോറിയൽ ബോർഡിന്റെ വിശദീകരണം. 2 പുസ്തകങ്ങളിലായാണ് ജനയുഗത്തിന്റെ ഓണപ്പതിപ്പ് ഇത്തവണ പുറത്തിറക്കിയത്. ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന തലക്കെട്ടിലാണ് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുള്ള സിപിഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ലേഖനം. തൊട്ടടുത്ത പേജിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന തലക്കെട്ടിൽ ബിനോയ് വിശ്വത്തെ തിരുത്തി രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനവും പ്രസിദ്ധീകരിച്ചു. ഞങ്ങളെ തിരുത്താനൊന്നും BJP അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ല. ഞങ്ങൾ രാജ്യത്തെ ജനാധിപത്യ ധ്വംസനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം പോലെയുള്ള ഫാസിസ്റ്റ് നടപടിക്രമങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്ത് പോകുന്ന പാർട്ടിയാണ്. ആ നിലപാടിൽ ആർക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. CPIക്ക് പുറത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ അല്ലാത്ത ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന്റെയും ലേഖനം ജനയുഗത്തിന്റെ ഓണപ്പതിപ്പിലില്ല. ഇതോടെ CPI നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. വിവാദമായതോടെ ജനയുഗം എഡിറ്റോറിയൽ ടീം വിശദീകരണവുമായി രംഗത്ത് വന്നു. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയോടും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും ലേഖനം ചോദിച്ചിരുന്നു. അവർ തരാതിരുന്നത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രം പ്രസിദ്ധീകരിക്കേണ്ടി വന്നതെന്ന് CPI നേതൃത്വത്തെയും ജനയുഗം എഡിറ്റോറിയൽ ടീം അറിയിച്ചു. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.